നമസ്കാരം. 3 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനടുത്തുള്ള ഇഷ ഫൗണ്ടേഷനും ആദിയോഗി ശിവപ്രതിമയും കാണാൻ വേണ്ടി പോയതാണ്. അതിനുശേഷം ഇവിടെ കർണാടകയിലെ ബംഗളൂരിനടുത്ത് പുതിയൊരു ഇഷ ഫൗണ്ടേഷൻ കൂടെ വന്നു. ഞങ്ങൾ ഇന്ന് അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അത് സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരു നഗരത്തിൽ നിന്നും 70 കിലോമീറ്റർ മാറിയുള്ള ചിക്കബെല്ലാപുര എന്ന സ്ഥലത്താണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് യശ്വന്ത്പൂരിലാണ്. ഇനിയിപ്പോൾ ട്രെയിൻ കയറിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പോകാനുള്ള വണ്ടിയാണ് ഈ വരുന്നത്. യശ്വന്ത്പൂർ ചിക്കബെല്ലാപൂർ എക്സ്പ്രസ്. അതായത് ഇതൊരു സ്പെഷ്യൽ വണ്ടിയാണ്. 0 നിന്നാണ് ഇതിന്റെ നമ്പർ തുടങ്ങുന്നത്. 06593. ബാംഗ്ലൂരിൽ നിന്നും ചിക്കബെല്ലാപൂരിലേക്ക് ഇഷ്ടംപോലെ KSRTC ബസ്സുകളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഈ പോകുന്ന സമയത്ത് ഈ ട്രെയിൻ നേരിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഇതിന് സുഖമായിട്ട് പോവാലോ. ഞങ്ങൾക്ക് ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നത്. ഈ ട്രെയിൻ പോകുന്ന റൂട്ട് കോളാറിലേക്കുള്ള വഴിയാണ്. അതായത് നമ്മുടെ കെമ്പേഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട് ഇല്ലേ, അതൊക്കെ വഴി തന്നെയാണ്. ആ എയർപോർട്ടിന്റെ ഭാഗത്തിന് ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയുണ്ട്. 10:15 തന്നെ യശ്വന്ത്പൂരിൽ നിന്ന് ഇതാ നമ്മുടെ വണ്ടി എടുത്തു. ഒരു WDP4. യശ്വന്ത്പൂരിനും ചിക്കബെല്ലാപൂരൊക്കെ ഇടയിൽ 8 സ്റ്റോപ്പുകളാണ് ഈ ട്രെയിനുള്ളത്. നല്ലൊരു ഫ്രെയിം അല്ലേ. അതങ്ങ് പോട്ടെ. നമ്മുടെ ട്രെയിനിൻ്റെ അകത്ത് തന്നെ വലിയ തിരക്കൊന്നും തന്നെ ഇല്ല. ഞങ്ങളിതാ ഈ ഒരു ഭാഗത്താണ് ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു കോച്ചിൻ്റെ വിൻഡോ ഉണ്ടോ, ഇതിങ്ങനെയുള്ളൊരു വിൻഡോ ആണ്. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുപ്പ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇലക്ട്രിക്കും ഡീസലും, WP7 WDP40. ഇവിടെയാണ് യാർഡ്. യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ വലിയൊരു വളവാണ്. (10:40) ട്രെയിൻ ഇപ്പോൾ യലഹങ്ക ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇത് 5ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇവിടുന്ന് കയറാൻ ആൾക്കാരുണ്ട്. ഇത് ചെറിയ ട്രെയിനല്ലേ, അങ്ങ് കൊണ്ടുപോയി നിർത്തും. ഈ സ്റ്റേഷൻ ജംഗ്ഷൻ വരാൻ കാരണം 4 റൂട്ടുകൾ പോകുന്നുണ്ട്. ഒന്ന് നമ്മൾ വന്ന യശ്വന്ത്പൂർ ലൈൻ, മറ്റൊന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന ചിക്കബെല്ലാപുരം ലൈൻ, വേറൊന്നെന്ന് പറഞ്ഞാൽ ധർമ്മവരം ഗുണ്ടക്കൽ ലൈൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണരാജപുരത്തേക്കും വരുന്നുണ്ട്. പിന്നെ നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈ ഒരു ട്രെയിനില്ലേ, ഇത് ആഴ്ചയിൽ 6 ദിവസമാണ് സർവീസ്. ഞായറാഴ്ച ഈ വണ്ടി ഇല്ല. ഈ വണ്ടി മാത്രമല്ല, കോളാറ് ചിക്കബെല്ലാപുരം റൂട്ടിലേക്ക് പോകുന്ന ഒരു ട്രെയിനുകളും ഞായറാഴ്ച ഇല്ല. ഞായറാഴ്ച ഹോളിഡേ ആണെന്ന് പറയാം. എന്താണെന്നറിയില്ല, ഞായറാഴ്ച സർവീസ് ചെയ്തത് ആളുകൾ കുറവായതുകൊണ്ടാണോ എന്നറിയില്ല. കെമ്പേഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട് ഹാൾട്ട് സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. 11 മണിയായി. ബംഗളൂരു സിറ്റിയിൽ നിന്ന് ഈ ട്രെയിനിൽ കയറിയിട്ട് എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ വരാം. പുറത്തിതാ ഫീഡർ ബസ്. ട്രെയിൻ വരുന്ന സമയത്ത് തന്നെ ഇവിടുന്ന് ബസ് സർവീസ് ഉണ്ട്. ഞങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഈ ട്രെയിനിൽ ഇങ്ങനെ വന്നിറങ്ങി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ പകർത്തിയതാണ്. അന്ന് കുറേ ഫ്ലൈറ്റൊക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കുറേ ആൾക്കാർ ഈ ട്രെയിനിൽ വന്നിട്ട് എയർപോർട്ടിലേക്ക് തന്നെ ആകാം പോകുന്നത്. ചെറിയൊരു സ്റ്റേഷനാണിത്. ഇതേ എയർപോർട്ടിൽ നിന്ന് തന്നെ ഒരു ഫ്ലൈറ്റ് പോകുന്നത് കാണാം. അങ്ങനെ ഇതാ ഇവിടുന്ന് ട്രെയിൻ എടുത്തു. ഇതേപോലെ ഒരു സ്റ്റേഷൻ നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്തും വരുന്നുണ്ടല്ലോ. പെട്ടെന്ന് തന്നെ വരട്ടെ. അങ്ങനെ എയർപോർട്ടിൻ്റെ ഈ സ്റ്റേഷനിൽ ഇവിടുന്ന് തന്നെ ഒരു വിമാനവും കാണാനായി സാധിച്ചല്ലോ. ഇവിടുന്ന് ടെർമിനലിലേക്ക് ഒരു 6 കിലോമീറ്റർ ആണ് ദൂരം. ബാംഗ്ലൂരിലെ ട്രാഫിക്കിൽ നിന്നും വളരെ എളുപ്പത്തിൽ തന്നെ ട്രെയിൻ കയറി എയർപോർട്ട് ഭാഗത്ത് നമുക്ക് എത്താമല്ലോ. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ റൂട്ടിലൂടെ കുറച്ച് ട്രെയിനുകൾ മാത്രമേ ഉള്ളൂ. ആ ടൈമിംഗ് ഒക്കെ നോക്കി നിങ്ങൾ വരിക. സ്റ്റേഷൻ്റെ ഇവിടെ എത്തിയാൽ തന്നെ ഫീഡർ ബസ്സും കൂടി ഉണ്ടല്ലോ അവൈലബിൾ ആയിട്ട് അല്ലേ? അതെ. 2 വർഷം മുന്നേ ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഇവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററായിട്ട് നല്ല കമ്പനി ആയതാണ്. പുള്ളിക്കാരൻ മടിക്കേരി സ്വദേശിയാണ്. മലയാളമൊക്കെ നല്ല രീതിയിൽ അറിയാം. നമ്മുടെ വീഡിയോയിലും പുള്ളിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ആ സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തു. അതായത് ഈ വിമാനം പുറപ്പെടുന്ന ഇതില്ലേ, അത് ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് കുറേ കമൻറ്റുകൾ വന്നു. നിങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തത് അത് റെയിൽവേ സ്റ്റേഷനല്ല, അത് എയർപോർട്ടാണ്, നിങ്ങൾ വെറുതെ പറയുകയാണ്, ബാംഗ്ലൂരിൽ അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷനേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങളൊന്നും പറഞ്ഞില്ല. ചിലപ്പോൾ അതിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കമന്റ് ഇട്ടത്. ഇവിടെ കാണുന്നത് മുന്തിരിയാണ്.
കുറേ ഭാഗത്തുണ്ട്. ആൾക്കാരൊക്കെ താമസിക്കുന്ന വീടുകളൊക്കെയാണ് ഇവിടെ. ട്രെയിൻ ഇപ്പോൾ അടുത്തൊരു സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ട്രെയിൻ ഇപ്പോൾ വെങ്കട്ടഗിരി കോട്ടെ ഹോൾട്ട് സ്റ്റേഷനിലെത്തി. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. ഞാനിതാ ഇവിടുന്ന് വണ്ടി എടുത്തു. ഈ കാണുന്ന മലനിരയില്ലേ, ഇതൊക്കെ നന്ദി ഹിൽസിന്റെ ഭാഗങ്ങളാകാം. നന്ദി ഹിൽസിന്റെ തൊട്ടടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. കുറേയേറെ മലനിരകളുണ്ട് ഇവിടെ. 11:26 ട്രെയിൻ ഇപ്പോൾ നന്ദി ഹോൾട്ട് സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഒരു പ്ലാറ്റ്ഫോമേ ഈ റൂട്ടിലത്തെ സ്റ്റേഷനുകൾക്കുള്ളൂ. ഇത് ഹോൾട്ട് സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ സിഗ്നൽ കണ്ടോ, ഗ്രീനാണ്. പക്ഷേ ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്. തൊട്ടടുത്ത് ഏതെങ്കിലും സ്റ്റേഷൻ നിന്നാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുക. നല്ലൊരു ഭാഗമല്ലേ. ഒരു മരമൊക്കെ ഉണ്ട് ഇവിടെ. പുറത്തന്നെ ഇതാ ഓട്ടോകളൊക്കെ ഉണ്ട്. ഈ സ്റ്റേഷനിൽ നിന്ന് നന്ദി ഹിൽസിലേക്ക് 15 കിലോമീറ്റർ ആണ് ഗൂഗിൾ മാപ്പ് വഴി നോക്കിയ സമയത്ത് കണ്ടത്. ഞങ്ങൾ അവസാനമായിട്ട് നന്ദി ഹിൽസിൽ പോയത് 2020 ഞങ്ങളുടെ കേരള ടു കാശ്മീർ യാത്രയിൽ തിരിച്ചു വരുന്ന സമയത്ത്. കുറേ ചെറുപ്പക്കാർ ഇവിടെ ട്രെയിനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ ഇനി നന്ദി ഹിൽസ് ഭാഗത്തേക്കുള്ളത് തന്നെയാണ്. ബംഗളൂരുവിൽ നിന്നും 60 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ ചിക്കബെല്ലാപൂർ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 11:35. ഇനിയിപ്പോൾ നമുക്കിവിടെ ഇറങ്ങാം. ഇതാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഇത് നേരെ ഇനി കോളാറിലേക്കുള്ള ലൈനാണ്. നമുക്കെന്തായാലും നേരെ പുറത്തേക്ക് ഇറങ്ങാം. സ്റ്റേഷൻ്റെ ഈ ഭാഗത്തെ ഒരു കാഴ്ചയാണേ. നല്ല മരങ്ങളൊക്കെയാണ്. ഇതാണ് സ്റ്റേഷൻ്റെ പ്രധാന ഭാഗം. ഇവിടെ വെയിറ്റിംഗ് റൂമൊക്കെ ഉണ്ട്. ഇതാ എൻ്റെ ബലമായ സംശയം, ഈ ട്രെയിൻ വന്നെത്തുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും പുറത്ത് ബസ്സുകളും വണ്ടികളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് പ്രധാനപ്പെട്ടൊരു സ്ഥലം കൂടിയാണല്ലോ. ഇവിടെ ഓട്ടോ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓട്ടോയാണ്, ബസ്സൊന്നുമില്ല ഇവിടെ. അപ്പം നമുക്ക് എന്തായാലും ബസ് സ്റ്റാൻഡിലോട്ട് പോവാം. ഉണ്ടോ, ഇവർ ഇഷാന്നിനെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റേഷൻ്റെ ഒരു കാഴ്ച ഇതാ ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് ഇനി 10 കിലോമീറ്റർ പോകാനുണ്ടല്ലോ. ഒരു ഓട്ടോയിൽ കയറി, ഇത് ഷെയറിംഗ് ആണ്. 4 പേർക്ക് 200 രൂപ. അതായത് ഞങ്ങൾ 2 പേരാണുള്ളത്. ഞങ്ങൾക്ക് 2 പേർക്കും 100 രൂപ. കുഴപ്പമില്ല. ഇനിയിപ്പം ഈ വെയിലത്ത് KSRTC ബസ് സ്റ്റാൻഡ് അവിടത്തേക്കും ഞങ്ങൾ നടന്ന് പോകുന്നില്ല. ഇതുപോലുള്ള വണ്ടികൾ എന്തായാലും ഉണ്ടല്ലോ. അവളകുറുക്കി എന്നൊരു ഗ്രാമത്തിലാണ് ആദിയോഗി ശിവ സ്റ്റാച്ചു ഒക്കെ ഉള്ളത്. ശരിക്കും സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി ഉടനെ തന്നെ ഇതുപോലുള്ള ഷെയറിംഗ് വണ്ടികൾ ഉണ്ടാവുമല്ലോ, അതിൽ കയറി വരുന്നത് തന്നെയാണ് നല്ലത്. നമുക്ക് പെട്ടെന്ന് തന്നെ എത്താം. ഇടുങ്ങിയ വഴിയിലൂടെയാണ് ഇപ്പോൾ വണ്ടി പോകുന്നത്. അതായത് ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ ആണിത്. ഇവിടെ പ്രൈവറ്റ് ബസ്സൊക്കെ ഉണ്ട്. ഇതാണ് ഒരു ടൗൺ ഏരിയ, ചിക്കബെള്ളാപൂർ ടൗണിൻ്റെ ഒരു കാഴ്ച. ട്രാഫിക്കിൽ പെട്ട് കിടക്കുകയാണ്. നമ്മളിപ്പോൾ വലിയൊരു ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ്. 2 വരി 4 വരി പാതയാണ് ഇവിടെ. ഇതൊക്കെ ഓട്ടോ സ്റ്റാൻഡാണ്. ഈ മുന്നേ പോകുന്ന ഓട്ടോ ഒക്കെ ഇല്ലേ, അതൊക്കെ ആ ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികൾ തന്നെയാണ്. എവിടെയാണ് ബസ് സ്റ്റാൻഡ്?
കൂടുതലും ഹമ്പുകളാണ്. നാല് വണ്ടിയാണിപ്പോൾ നിരയായിട്ട് പോകുന്നത്. അങ്ങോട്ട് അവിടെ നമുക്കിനി പോകാനുള്ള ശിവ സ്റ്റാച്ചു ഒക്കെ. ഇവിടുന്ന് തന്നെയുള്ള ആ ഒരു കാഴ്ച അടിപൊളിയാണ്. നമ്മൾ വന്ന ഓട്ടോ ഇതാണേ. ഈ ചുറ്റുപാടത്തെ ഒരു കാഴ്ച നിങ്ങൾ ആദ്യം നോക്കിയേ. എവിടെയും മലകൾ മാത്രം. ഓ, ഇതാ ബസ് വരുന്നതാ. അപ്പം നമ്മളും ബസ് എത്തിയത് ഏകദേശം ഒരേ സമയത്ത് തന്നെയാണ്. നിങ്ങൾക്കിതിൽ ഏതിൽ വേണമെങ്കിലും വരാം. വലിയ തിരക്കൊന്നുമില്ല ബസ്സിൽ. ഇത് ഇവിടുന്ന് പോകുന്നതാണ് കേട്ടോ, ഇങ്ങോട്ട് വന്നതല്ല. ബസ് കിട്ടുക ഈ ഭാഗത്തു നിന്നാണ്. ഇവിടുന്ന് ഇതാ നമ്മുടെ ആദിയോഗി ശിവ സ്റ്റാച്ചു. ഞങ്ങൾ ഇവിടെ എത്തിയത് കറക്റ്റ് 12 മണി സമയത്താണ്, അതായത് നട്ടുച്ച സമയത്താണ്. ഇവിടെ കയറുന്ന ഈ ഭാഗത്ത് തന്നെയാണ് തൃശ്ശൂരും ഉള്ളത്. അതായത് ഇനി ഇതിൻ്റെ അകത്തൂടെ തന്നെയാണ് നമുക്ക് കയറാനുള്ളത്. പൊതുവെ ഇന്ന് തിരക്ക് തീരെ കുറവാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത് ഞായറാഴ്ച ദിവസങ്ങളിൽ തന്നെയാണ്. ഇവിടെ ഇത് കറക്കാനൊക്കെ പറ്റും. അതായത് തൃശ്ശൂലത്തിൻ്റെ തൊട്ട് താഴെയാണത്. ഇനി അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് ചെരുപ്പിടാൻ പറ്റില്ല. ഫ്രീ ആയിട്ട് ചെരുപ്പ് സൂക്ഷിക്കാൻ പറ്റിയ സ്ഥലം ഇവിടെയാണ്. നമ്മൾ വേറെ എക്സ്ട്രാ പൈസയൊന്നും കൊടുക്കണ്ട. അവിടെ ഒരു സഞ്ചി ഉണ്ടാവുകയെ, അതിൻ്റെ അകത്താണ് നമ്മളുടെ ചെരുപ്പ് വെച്ച് ആ ഒരു ബോക്സിലേക്ക് ഇടേണ്ടത്. എന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു കൂപ്പൺ കിട്ടും. ഇനി നമുക്ക് ചെരുപ്പ് എടുക്കേണ്ടത് ഈ ഭാഗത്തുനിന്നല്ല, ഇതിൻ്റെ മറ്റൊരു ഭാഗത്താണ്. അത് അവിടെയുള്ള ഒരു ചേട്ടൻ മലയാളത്തിലാണല്ലേ നവി പറഞ്ഞു തന്നത്. പുള്ളിക്കാരന് മലയാളം ഒന്നും ശരിക്കും അറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതി തന്നെ നല്ല രീതി പറഞ്ഞു തന്നു. അതെ, നല്ലൊരു ഫ്രണ്ട്ലി ആണ് തീർച്ചയായിട്ടും. ഇനി നമുക്ക് നേരെ അകത്തേക്ക് കിടക്കണം. ഈ ഒരു ബില്ലിൽ ഇത് കളയാൻ പാടില്ല കേട്ടോ. ഇതിലൂടെ കയറാം. ഞങ്ങൾ ഇതുവഴിയാണ് ഇപ്പോൾ കയറി വന്നത്. ഇനി ഇവിടുന്ന് നേരെ നോക്കുന്ന ഈ ഭാഗത്താണ് ആദിയോഗി ശിവപ്രതിമയുള്ളത്. വളരെ ദൂരത്ത് നിന്നുള്ള ആ ഒരു കാഴ്ചയാണിത്. പ്രതിമയും മലയൊക്കെ നല്ല വ്യക്തതയോടെ തന്നെ നമുക്ക് കാണാം. ഇവിടെ കുറേയേറെ സ്ഥലമുണ്ട്, അതുകൊണ്ട് നമുക്ക് ഏത് വഴി വേണമെങ്കിലും നടന്നിട്ട് പോവാം. നല്ല കാറ്റാണ് ഇവിടെ. ശരിക്കും ഇവിടെ വരേണ്ടത് ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം. കാരണം ഇപ്പം നല്ല വെയിലാണ്, നമുക്കധികം നോക്കാനൊന്നും പറ്റുന്നില്ല. മുകളിലേക്ക് നോക്കുമ്പോൾ പ്രശ്നമാണ്, സൂര്യനുള്ളത് കൊണ്ട്. ഇവിടെയൊക്കെ ഇതാ ആൾക്കാരെയൊക്കെ കാണാം. കോയമ്പത്തൂരും ഇവിടെ ഈ ഒരു ബംഗളൂരുവിൻ്റെ ഈ ഭാഗത്തെയും രണ്ടും രണ്ട് രീതിയിലുള്ള സ്ഥലങ്ങളാണ്. രണ്ടും നല്ല കിടിലം പ്ലേസ് തന്നെയാണ്. പക്ഷെ ഇത് കുറച്ചും കൂടെ ഒരു ഹൈലൈറ്റ് ആണ്. എന്താ അറിയോ, പ്രതിമയുടെ തൊട്ട് പുറകിൽ തന്നെയാണല്ലോ ആ വലിയ മലനിരയുള്ളത്. അത് നല്ലൊരു ഫ്രെയിം തന്നെയാണ് കൊടുക്കുന്നത്. ആദിയോഗി ശിവപ്രതിമയുടെ കാര്യം പറയുവാണെങ്കിൽ കോയമ്പത്തൂരിലെയും ഇവിടത്തെയും പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് ഉരുക്കുകൊണ്ടാണ്. 2ന് 112 അടി തന്നെയാണ് ഉയരം വരുന്നത്. കൂടാതെ തന്നെ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ത് പറയുകയാണെങ്കിൽ കോയമ്പത്തൂരിനെ അപേക്ഷിച്ച് ഇവിടുത്തെ പ്രതിമയ്ക്ക് കുറച്ച് വീതി കൂടുതലാണ്. കൂടാതെ തന്നെ അതിന്റെ ഭാരം വരുന്നത് 500 ടൺ ആണെങ്കിൽ ഇവിടുത്തെ പ്രതിമയ്ക്ക് വരുന്നത് 600 ടൺ ആണ്. നന്ദിയുടെ വലിയൊരു പ്രതിമ ഇവിടെയാണ്. ഇതിന്റെ നേരിത ഈ ഭാഗത്ത് തന്നെയാണ് ശിവപ്രതിമ. പിന്നെ ഈ ഭാഗത്ത് തന്നെ കുറച്ച് പൂജകളൊക്കെ ഉണ്ട്. പൂവുകളൊക്കെ വാങ്ങിച്ച് ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നതൊക്കെ കാണാം. ഇനിയിപ്പം ഞങ്ങൾക്ക് ഇതിലൂടെ നടന്ന് മുകളിലോട്ട് കയറണം എന്നാണ് ഉള്ളത്. പിന്നെ അതിലൂടെ തന്നെ പോവാം. പിന്നെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നടന്നിപ്പോൾ പ്രതിമയുടെ അത്രയും മുൻഭാഗത്തേക്ക് ഇതാ നമ്മൾ എത്തുകയാണ്. നമ്മൾ കോയമ്പത്തൂർ പോയപ്പോൾ പ്രതിമയുടെ ഇത്ര ഭാഗത്തൊന്നും പോയിട്ടില്ല. ഇതിപ്പോൾ ഇതാ വളരെ അടുത്ത് തന്നെ നമ്മൾ എത്തിയല്ലോ. ഇനിയിപ്പോൾ ഇവിടുന്ന്
മുകളിലേക്ക് നോക്കുന്ന സമയത്ത് സർപ്പത്തിനെയൊക്കെ നമുക്ക് കാണാം. നോക്കിയേ, എന്താല്ലേ ആ ഒരു പ്രതിമയുടെ കാഴ്ചകളൊക്കെ ഇങ്ങനെയാണ്. ഇത് ഇവിടെ കുറേയേറെ മലനിരകളൊക്കെ കാണുന്നില്ലേ? നന്ദി ഹിൽസിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് ഇതൊക്കെ. ഞാൻ കയറിയ സമയത്ത് തന്നെ പറഞ്ഞില്ലേ, മലയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ്. കോയമ്പത്തൂരിൽ വെള്ളിയാങ്കിരി മലനിരകളാണ് പശ്ചാത്തലം വരുന്നുണ്ടെങ്കിൽ ചിക്കബല്ലാപൂരിൽ വരുന്നത് നന്ദി ഹിൽസ് ആണ്. പ്രതിമയൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയേ. നമുക്ക് ഇവിടെ തന്നെ വെള്ളമൊക്കെ കിട്ടും. അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് അവിടെ. പിന്നെ ഇവിടെ തന്നെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് പോവാം. ശരിക്കും ഇഷ യോഗ സെന്ററിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിനെ ഒരു ക്ഷേത്രമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. അതായത് മെഡിറ്റേഷൻ, ആത്മീയപരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. നമുക്ക് ഈ ഒരു ഭാഗം മൊത്തം നടന്ന് മനസ്സിലാക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഫീലിങ്സ് വേറെ തന്നെയാണ്. പിന്നെ ഈ ഒരു പ്രതിമയും ഈ ഒരു ഭാഗത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 2023 ജനുവരി 15 ഇതൊക്കെ ഇവിടെ വന്നത്. സദ്ഗുരു 1992 കോയമ്പത്തൂരിൽ സ്ഥാപിച്ച ഒരു സംഘടനയാണല്ലോ ഇഷ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ യോഗ പഠിപ്പിക്കുന്നതും അങ്ങനെയുള്ള കേന്ദ്രങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട്. പ്രതിമ കണ്ട് നേരെ ഇറങ്ങുന്ന ഇവിടെ നിന്നാണ് ഇനിയിപ്പോൾ ചെരുപ്പ് കളക്ട് ചെയ്യാനുള്ളത്. നമ്മൾ നേരത്തെ കൊടുത്തത് അങ്ങാ ഭാഗത്താണല്ലോ, അവിടെ നിന്ന് അവരിങ്ങോട്ട് കൊണ്ടുവരും. ഇനിയിപ്പോൾ ഒരു ടോക്കൺ ഇവിടെ കൊടുത്താൽ മാത്രം മതി. ഈ വണ്ടിയില്ലേ, ഇതിലാണ് ഇവർ ചെരുപ്പ് കൊണ്ടുവരിക. അതായത് അവിടെ നിന്ന് ഇങ്ങനെ വരും. ഞങ്ങൾക്ക് ഇവിടുത്തെ ഈ ഒരു കാഴ്ചയൊന്നും എത്ര കണ്ടിട്ടും മതിയാവുന്നില്ല. അത്ര അടിപൊളി സ്ഥലമാണ്. കുറേയേറെ സ്ഥലമുണ്ടെന്ന് പറഞ്ഞില്ലേ, എന്തായാലും അടിപൊളിയായി. ഇനിയിപ്പോൾ നേരെ ഇതിലൂടെ അങ്ങോട്ട് പോവാം. ആദിയോഗി ശിവപ്രതിമയുള്ള ഭാഗത്തേക്ക് ഈ നട്ടുവച്ച സമയത്തും കൂടുതൽ ആൾക്കാർ തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെയുള്ളത് ഒരു റെസ്റ്റോറൻ്റാണ്. ഇതിലൂടെ നടക്കാനായാലും നല്ല വഴികളൊക്കെ തന്നെയാണ്. വേണ്ട, ഇതിലേക്ക് ഇത്രയും നീളമില്ല. ഇവിടെ നടക്കാൻ സെപ്പറേറ്റ് വഴികളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ അവിടെ നിന്നാണ് കയറി വന്നത്. ബംഗളൂരിൽ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് വരികയാണെങ്കിൽ 4 വീലർ പാർക്കിംഗ് ഇതാ ഇവിടെയാണേ. 2 വീലർ പാർക്കിംഗ് ഇതാ ഈ ഏരിയയിലും. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ ബംഗളൂരുവിലോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ തിരിച്ച് നമുക്ക് ട്രെയിന് പോകണ്ട, ബസ്സിന് പോവാം അല്ലേ? അല്ല, ട്രെയിൻ ഈ സമയം നോക്കുന്ന സമയത്ത് ഇല്ല. ഇനിയിപ്പോൾ 3 മണി കഴിയണം. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ഇവിടുന്ന് വന്ന പോലെ തന്നെ ഷെയർ വണ്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നേരെ ചിക്കബല്ലാപൂർ അങ്ങനെ പോവാം. അല്ലെങ്കിൽ KSRTC ബസ് കിട്ടുവാണെങ്കിൽ അങ്ങനെ പോവാം. ചിക്കബല്ലാപൂർ എത്തുകയാണെങ്കിൽ എന്തായാലും ഇഷ്ടംപോലെ ബസ്സുകൾ ഉണ്ടാവുമല്ലോ ബാംഗ്ലൂരിലേക്ക്. തീർച്ചയായിട്ടും. എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ പോവാം. അപ്പോൾ ഈ ഒരു ഭാഗത്തിനോടൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞ് പോവുകയാണ്. നമ്മളെന്തായാലും വീണ്ടും ഇവിടെ വരും കേട്ടോ. അത്രയും നല്ലൊരു സ്ഥലം തന്നെയാണിത്. ഇനി വരുന്നത് വൈകുന്നേരം വരണം. കാരണം ലേസർ ഷോ കാണണം രാത്രിക്ക്. അതൊന്നുകൂടെ കോയമ്പത്തൂർ കൂടെ പോകാനുണ്ട്. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് വരുവാണെങ്കിൽ പിന്നെ ഓക്കെയാണ്. നമുക്ക് പിന്നെ ഇവിടെ വണ്ടിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് എല്ലാം പ്ലാൻ ആക്കിയിട്ട് ഒരു ദിവസം വീണ്ടും വരണം. ഇനിയിപ്പോൾ അവിടെ പോയാൽ ഇവിടെ നിന്ന് തന്നെ നേരിട്ട് ബസ് കിട്ടുമോ എന്നറിയില്ല, നോക്കാം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് ഷെയർ വണ്ടി കിട്ടിയേ. ഇതിൻ്റെ മുന്നിലും ആൾക്കാരിരിക്കും കേട്ടോ. അതായത് 3 പേർക്ക് ഈ മുന്നിൽ തന്നെ ഇരിക്കാം. വണ്ടി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എടുക്കും. വന്ന വഴിയല്ല ഇപ്പോൾ തിരിച്ചു പോകുന്നത്. ഇതിപ്പോൾ ഒരു ഇറങ്ങിയിട്ട് പോവുക. നേരത്തെ ആദ്യം വന്ന സമയത്ത് KSRTC വന്നത് കണ്ടില്ലേ, അത് ഇതിലൂടെയാണ് വന്നത്. ഇവിടെ പാർക്കിംഗ് ഏരിയ ആണ്. ഒരു ബസ്സിനെ ഇവിടെ കാണാം. ഓ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ആളെ എടുക്കാൻ വേണ്ടി വന്നതാ. ഇതാണ് ഇവിടെ ബസ് വന്ന് നിർത്തുന്ന സ്ഥലം. താഴേക്ക് വന്നത് കൊണ്ട് തന്നെ 2 പേരെ ഇവിടുന്ന് കിട്ടി. പിന്നെ വീണ്ടും കയറി പോവുകയാണ്. ഏറ്റവും പുറകിൽ 2 പേര്, നടുക്ക് നമ്മൾ 4 പേര്, മുന്നിൽ 2 പേർക്കും കൂടെ പറ്റും. ഇപ്പം എത്ര പേരായി നോക്കി ഓട്ടോയില്. ഇത് വീണ്ടും ഇങ്ങോട്ട് തന്നെ പോവാണല്ലോ.
ശരിക്കും ഇപ്പോഴേ പോവില്ലേ? ഇത് ഇവിടെ തന്നെ കൊണ്ടുവന്ന് നിർത്തി പറ്റി. ഇതാ നമ്മളെന്താ കറക്കാൻ കൊണ്ടുപോയതാ. അങ്ങനെ ആൾക്കാരെയൊക്കെ കിട്ടി. മുന്നിൽ ഡ്രൈവറെ അടക്കം 3 പേര്, നടുക്ക് 4 പേര്, ഏറ്റവും പുറകിൽ 3 പേര്. ടോട്ടൽ 10 പേരാണ് ഇപ്പൊ ഈ ഓട്ടോയിലുള്ളത്. ശരിക്കും നല്ല ലാഭം തന്നെയാണ്. ഇനി ഇവിടെ ആൾക്കാർ ഇരിക്കാം. അതിതാ ഈ ഒരു ഭാഗത്ത് ഇത്ര ആൾക്കാർ കിട്ടിയുള്ളൂ ഇപ്പം. അതായത് മാക്സിമം ഇതിൽ 13 പേരെങ്കിലും പോകും. ഓട്ടോയിൽ യാത്ര ചെയ്ത് ഞങ്ങളിതാ KSRTC ബസ് സ്റ്റാൻഡിന്റെ മുന്നിലെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് ബംഗളൂരു ബസ് നോക്കിയിട്ട് കയറാം. അതിന് മുന്നേ ഒരു കുപ്പി വെള്ളം വാങ്ങിക്കണം. നമുക്ക് ഏതാ ബംഗളൂരു, ഇതൊക്കെ എവിടെയാണെന്ന് ആദ്യം നോക്കട്ടെ. എന്നിട്ട് നമുക്ക് ഏകദേശം ധാരണ വെച്ചിട്ട് കയറിയാൽ പോരെ. കുറച്ച് വണ്ടികളുണ്ട് ഇവിടെ. ഇതെവിടെ? ഇതല്ല അല്ലേ? ഇതല്ല. ആ ഇതിലൊക്കെ നല്ല തിരക്കാ. ഈ ബസ് ബംഗളൂരു ആണ് കേട്ടോ. ബാംഗ്ലൂർ. പിന്നെ ഇതിലോട്ട് കയറാം. കറക്റ്റ് 2 മണിക്കാണ് ചിക്കബെല്ലാപൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ വണ്ടി എടുത്തത്. ഇനി എത്ര മണിക്കാണ് ബംഗളൂരു ഈ വണ്ടി എത്തുക നമുക്ക് നോക്കാം. എന്തായാലും ഒരു 1.5 മണിക്കൂർ പ്രതീക്ഷിക്കാം. കാരണം 70 കിലോമീറ്റർ ഉണ്ടല്ലോ. ആദ്യം മുന്നിൽ സീറ്റ് വേണമെന്നായിരുന്നു ഒരു പ്ലാൻ ഉണ്ടായത്. നമ്മൾ കയറുമ്പം തന്നെ മുന്നിൽ ആൾക്കാരൊക്കെ വന്നിരുന്നു. ഈ ബസ്സിൽ കൂടുതലും സ്ത്രീകൾ തന്നെയാണ്. ഇവിടുന്ന് ബംഗളൂരുവിലേക്ക് ഒരാൾക്ക് 81 രൂപയാണ് കേട്ടോ ആയത്. ഞങ്ങൾ ഓൺലൈൻ വഴിയാണ് കേട്ടോ പൈസ കൊടുത്തത്. റെയിൽ ട്രാക്ക് ഇവിടുന്ന് ക്രോസ് ചെയ്യുകയാണ്. ഇത് യലഹങ്ക സൈഡാണ്. ഇപ്പോൾ എയർപോർട്ടിൻ്റെ ഭാഗത്തേക്ക് പുതിയ മെട്രോ ലൈനൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു കാഴ്ച ഇത്. ഹെബ്ബലൊക്കെ കഴിഞ്ഞേ ഞങ്ങളിവിടെ ബംഗളൂരുവിലത്തെ ട്രാഫിക്കിൽ പെട്ടിട്ടാണുള്ളത്. ഒരു 10 കിലോമീറ്ററിൻ്റെ അടുത്ത് മാത്രമേ ദൂരമുള്ളൂ. പക്ഷേ ഈ 10 കിലോമീറ്റർ യാത്ര ചെയ്യാൻ കുറേ സമയമെടുക്കും. വീണ്ടും നിന്നു. റോഡ് വലിയ തന്നെയാണ്. ഇതിലൂടെയൊക്കെ വണ്ടികളൊക്കെ പോകുന്ന കാണാം. പക്ഷേ വണ്ടികൾ കൂടുതലല്ലേ. 2 മണിക്കാണല്ലോ അവിടുന്ന് പുറപ്പെട്ടത്. ഇപ്പോൾ 3:40. അതായത് 1 മണിക്കൂർ 40 മിനിറ്റാണ് യാത്ര ചെയ്യാനുണ്ടായ സമയം. മജസ്റ്റിക്കിലെത്തി. ട്രാഫിക് വന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ എത്തേണ്ടതാണ്. ഇവിടെ പല ഭാഗത്തായിട്ടാണ് ബസ്സുകളൊക്കെ വന്ന് നിർത്തുക. പിന്നെ അവിടെയൊക്കെ നല്ല കിട്ടിലം KSRTC ബസ്സുകളൊക്കെ കാണാം. BMTC ബസ്സുകളാണ് ഈ പോകുന്നത്. ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ അശ്വമേധ, കല്യാണ സാരിക KSRTCൻ്റെ ഒട്ടുമിക്ക ബസ്സുകളും ഇവിടെ നമുക്ക് കാണാം. വലിയൊരു ബസ് സ്റ്റാൻഡ് തന്നെയാണ് കേട്ടോ ഇത്. നേരെയായിട്ട് നിർത്തി നോക്കി. ബംഗളൂരു നഗരത്തിൽ നിന്നും വളരെ എളുപ്പത്തിൽ തന്നെ ട്രെയിൻ വഴിയോ ബസ് വഴിയോ കയറി ഇഷയിലേക്കും ആദിയോഗി ശിവപ്രതിമയൊക്കെ കണ്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി ഞങ്ങളുടെ അടുത്ത യാത്ര ഒരു കിഡിലൻ ട്രെയിൻ യാത്രയാണ്. ഷിരാഡി ഘട്ട് വഴിയിലെ ട്രെയിൻ യാത്രയാണ്. അതായത് ബംഗളൂരിൽ നിന്ന് മംഗളൂരുവിലേക്ക് ഗോമതേശ്വര എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ അടുത്ത ദിവസം പോകുന്നത്. രാവിലെ 7 മണിക്കാണ് വണ്ടി ഇവിടുന്ന് പുറപ്പെടുക. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയൊക്കെ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റേ വീഡിയോ മാറ്റി ബൈ.